ജസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് മാത്രം കവർ ചെയ്യാതെ PYQs മാത്രം ചെയ്തിട്ട് എക്സാമിന് പോവാൻ വെൽക്കം. വർഷത്തെ എക്സാം അല്പം കടുപ്പമായിരുന്നു. 2 മാർക്ക് കുറഞ്ഞു പോയത് ഏതിനായിരുന്നു? +1 നമുക്ക് ഒരു ചെറിയ സൂചന കിട്ടിയിട്ടുണ്ടായിരുന്നു. ഹലോ എക്സാമിനർ ഫാമിലി, അപ്പൊ നമ്മളുടെ കൂടെ ഇപ്പൊ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണുള്ളത്. വേറെ ഒന്നുമല്ല, നമ്മുടെ +2 റിസൾട്ട് വന്ന സമയത്ത് ഏറ്റവും ഒരു അടിപൊളി വിജയം തന്നെ കരസ്ഥമാക്കിയിട്ടുള്ളത്, അതായത് 1200-ൽ 1198 എന്ന് പറയുന്ന ഒരു വലിയ വിജയം തന്നെയാണ് അല്ലെ. അപ്പൊ അത് കരസ്ഥമാക്കിയിട്ടുള്ള നമ്മുടെ വെരി ബാഡ് സ്റ്റുഡന്റ് പ്രിൻസ് ആണ്. അപ്പൊ പ്രിൻസ് തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് നമ്മുടെ ഓഫീസിലേക്ക് എത്താൻ വേണ്ടി പറ്റാത്തത് കൊണ്ട് നമ്മൾ ഓൺലൈൻ ആയിട്ടാണ് ഇന്റർവ്യൂ നടത്തുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രിൻസിൽ നിന്ന് അറിയേണ്ടതുണ്ടാവും. അപ്പോ ആ ഒരു ജേർണി നമുക്ക് എന്താണെന്ന് പ്രിൻസിനോട് തന്നെ ചോദിക്കാം. അപ്പൊ ആദ്യം തന്നെ പ്രിൻസ് വെൽക്കം. അപ്പൊ ഒരു വലിയ യെസ് അപ്പൊ ഒരു വലിയൊരു വിജയം തന്നെയാണ്. 1200-ൽ 1198 മാർക്ക് കിട്ടുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമേ അല്ല. അപ്പൊ എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, എല്ലാ പ്രാവശ്യവും ചോദിക്കുന്ന പോലെ തന്നെ, റിസൾട്ട് വന്ന സമയത്തുള്ള ഒരു റിയാക്ഷൻ, പാരന്റ്സിന്റെയും അതേപോലെ തന്നെ പ്രിൻസിന്റെ റിയാക്ഷൻ എങ്ങനെയുണ്ടായിരുന്നു? എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു മാർക്സ്? മാർക്സ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഈ വർഷത്തെ എക്സാം അല്പം കടുപ്പമായിരുന്നു. എക്സാം ഫിസിക്സിന്റെ കാര്യം പറഞ്ഞാലും കെമിസ്ട്രിയുടെ കാര്യം പറഞ്ഞാലും എനിക്ക് എല്ലാം അറ്റൻഡ് ചെയ്തു. എന്നാലും ഈ എക്സാമിന്റെ കടുപ്പം കാരണം നമ്മുടെ അശ്രദ്ധ മതിയല്ലോ ചെറിയൊരു തെറ്റ് പറ്റാൻ. അപ്പൊ അതിന്റെ ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു. ഫുൾ മാർക്ക് കിട്ടണമെന്നൊരു ആഗ്രഹവും പിന്നെ ഒരു സാധ്യതയുണ്ടായിരുന്നു ഈ ഫിസിക്സ് കെമിസ്ട്രിക്കൊക്കെ. എന്നിട്ട് എന്നാലും ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു, ഇത് ചിലപ്പം ഫിസിക്സ് കെമിസ്ട്രി ഇതുപോലത്തെ സബ്ജക്റ്റ് ഒക്കെ പ്രശ്നമാവും. പക്ഷേ ഇപ്പൊ എല്ലാം നോർമലായിട്ട് വന്നു. ഭയങ്കര സന്തോഷമായിരുന്നു റിസൾട്ട് കണ്ടപ്പോൾ. അമ്മയ്ക്കായാലും അച്ഛനായാലും വീട്ടിലുള്ള എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ഏതിനാണ് ആ ഒരു 2 മാർക്ക് കുറഞ്ഞു പോയത്? ഏതിനായിരുന്നു? ഏതാണ് പണി തന്നത് ഇപ്രാവശ്യം? എനിക്ക് ഇംഗ്ലീഷിനാണ് 2 മാർക്ക് കുറഞ്ഞു പോയത്. ഇംഗ്ലീഷിനാണ്. പൊതുവെ എല്ലാ പ്രാവശ്യവും +2 കുട്ടികൾക്ക് ഇംഗ്ലീഷിനാണ് എപ്പോഴും മാർക്ക് ഇങ്ങനെ കുറച്ച് പ്രശ്നം പറ്റാറ്. ബാക്കി എല്ലാം ഫുള്ളാണ്. യെസ്. അപ്പൊ ആദ്യം പ്രിൻസന്നെ പറഞ്ഞു അല്ലെ, ഇപ്രാവശ്യത്തെ +2 എക്സാം കുറച്ച് ഭയങ്കര കടുകട്ടി ആയിരുന്നു. ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ഒക്കെ കുറച്ച് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ പ്രിൻസിന് ഈ വർഷത്തെ +2 പരീക്ഷയെ പറ്റി എന്താ പറയാനുള്ളത്? എങ്ങനെ ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ +1-ഉം +2-ഉം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്താണ് പ്രിൻസിന്റെ ഒരു അഭിപ്രായം? +1 നമുക്ക് ഒരു ചെറിയ സൂചന കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ മാത്തമെറ്റിക്സ് എക്സാം അല്പം ടഫായിരുന്നു. +2 എത്തിയപ്പം ഫിസിക്സും കെമിസ്ട്രിയും അതുപോലെ അല്പം ടഫാക്കി. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്രയും മാർക്ക് വാങ്ങാൻ പറ്റി. ഇതുപോലത്തെ ഒരു എക്സാം അറ്റൻഡ് ചെയ്തിട്ടില്ലാത്തതിന്റെ ഒരു പേടി എന്നല്ലാതെ വേറെ ക്വസ്റ്റ്യൻസ് അറിയാം. എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം നന്നായിട്ട് പോയി. പക്ഷേ എക്സാംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല വ്യത്യാസമുണ്ട്. എല്ലാ വർഷത്തിൽ നിന്നും ചോദിക്കുന്നതിനെക്കാട്ടിയും അല്പം വ്യത്യാസമാണ്. PYQസിലൊക്കെ അല്പം കുറച്ച് പിന്നിലോട്ട് പോകുമ്പോൾ PYQസിന് തുല്യമാണ് ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നത്. നമ്മൾ പൊതുവെ ഇപ്പൊ എല്ലാ കുട്ടികളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതായത് ഈ അടുപ്പിച്ചുള്ള കുറച്ച് വർഷങ്ങളിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് പോവാ ചെയ്യാറ്. അപ്പം ഇപ്രാവശ്യത്തെ +2 എക്സാം എഴുതിയപ്പോ പ്രിൻസിന് മനസ്സിലായിട്ടുണ്ടാവും, അതായത് PYQs മാത്രം നോക്കി പോയിട്ട് കാര്യമില്ല, കുറച്ചും കൂടെ കൂടുതൽ ഇപ്പൊ മാത്സിനാണെങ്കിലും ഒക്കെ NCERTന്റെ ഉള്ളിലുള്ള കാര്യങ്ങളും കൂടെ നന്നായിട്ട് പഠിക്കുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ട് എന്താണ് പ്രിൻസിന് പറയാനുള്ളത്? ഇവയ്ക്ക് മാത്രം പഠിച്ചു പോയിട്ട് കാര്യമുണ്ടോ? PYQ മാത്രം പഠിച്ചു പോയിട്ട് ഒരു കാര്യമില്ലെന്നാണ് പറയാനുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ PYQ മാത്രം പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ വർഷവും ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യൻ അത് ഈ വർഷം ആവർത്തിച്ച് വരുമെങ്കിൽ നമുക്ക് ലക്കാണ്, അല്ലെങ്കിൽ നല്ല പണി കിട്ടും. ഇപ്പോഴും നമ്മൾ പഠിക്കുമ്പോൾ NCERT ടെക്സ്റ്റിന്റെ അകത്തുള്ള മുഴുവൻ ടോപ്പിക്സും പഠിച്ചിട്ട് തന്നെ പോകണം. ചിലപ്പോൾ ഇതുവരെ അത് ചോദിച്ചിട്ടില്ലായിരിക്കും എക്സാമിന്, പക്ഷേ ഇനി ചോദിക്കാൻ സാധ്യതയില്ലെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ മുഴുവൻ ടോപ്പിക്സും പഠിച്ചിട്ടേ പോകാൻ പറ്റൂ. പ്രിൻസിന്റെ ഒരു +2 ജേർണി എങ്ങനെയായിരുന്നു? അതായത് എങ്ങനെയാണ് പ്രിൻസിന്റെ ഒരു സ്റ്റഡി പാറ്റേൺ ഉണ്ടാവുമല്ലോ, ചിലപ്പോൾ ആദ്യം മുതലേ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പിന്നീടായിരിക്കും പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. എങ്ങനെയായിരുന്നു പ്രിൻസിന്റെ ഒരു പഠന രീതി? എങ്ങനെയാ? ഞാൻ ആദ്യം മുതലേ ഒരു സ്ലോ പേസിൽ പഠിക്കുമായിരുന്നു. എന്ന് വയ്ക്കുമ്പം എക്സാംസിന് ഓണം എക്സാം ആവുന്നതിന് മുമ്പ് ആ ടോപ്പിക്ക് കറക്റ്റ് പഠിച്ച് കംപ്ലീറ്റ് ആക്കുമായിരുന്നു. ക്രിസ്മസ് എക്സാമിന് മുമ്പ് ആ ടോപ്പിക്ക് കംപ്ലീറ്റ് ആക്കുമായിരുന്നു. ഈ എക്സാംസിന് മുമ്പ് കുറച്ചും കൂടെ ഒരു കൂടുതൽ പഠിച്ച് ടോപ്പിക്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത്
PYQs ചെയ്ത് എല്ലാം കറക്റ്റ് ആക്കാൻ വേണ്ടി എക്സാംസിന് മുമ്പാകുമ്പോൾ കുറെ കൂടെ കൂടുതൽ സമയം പഠിക്കുമായിരുന്നു. എന്തായാലും ആ ഒരു കൺസിസ്റ്റൻസി ത്രൂ ഔട്ട് ദ ഇയർ കീപ്പ് ചെയ്തിരുന്നു. കീപ്പ് ചെയ്ത് കുറെ കുട്ടികളുണ്ട്, അതായത് ഇങ്ങനെ വിചാരിക്കുന്നവരുണ്ട്. ഇപ്പൊ +2-ലും +1-ലും ഒക്കെ നമ്മളിപ്പോ നേരത്തെ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ എല്ലാവരും വിചാരിക്കും കുറച്ച് കഴിഞ്ഞിട്ട് പഠിച്ചാൽ പോരെ, അല്ലെങ്കിൽ സ്കൂളിലൊക്കെ ക്ലാസ്സുകൾ വന്നിട്ട് മെല്ലെ പഠിച്ചു തുടങ്ങിയാൽ പോരെ എന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പം അപ്പൊ അതിനെ പറ്റിയിട്ട് പ്രിൻസിന് എന്താ പറയാനുള്ളത്? അതായത് ഫസ്റ്റ് തൊട്ടേ പഠിച്ചു തുടങ്ങുന്നതിനെ പറ്റിയിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ. അങ്ങനെ ഒരു ചിന്ത അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. അങ്ങനെ ഒരു ചിന്തയെ പാടില്ല. എന്ന് പറയുമ്പോൾ നമ്മുടെ +1 +2 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു തുടങ്ങണം. എന്ന് പറയുമ്പം ഈ കുട്ടികൾ SSLCയുടെ ടോപ്പിക് കണ്ടിട്ടാണ് അതുപോലെ എളുപ്പത്തിൽ തീരുമെന്ന് പറഞ്ഞ് അങ്ങനെ ഇട്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോൾ SSLCയുടെ ഇരട്ടി ടോപ്പിക്സ് പഠിച്ച് തീർക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ അതിനനുസരിച്ച് ബിഹേവ് ചെയ്ത് അതിനനുസരിച്ച് പഠിച്ച് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് പോയാലേ, ആദ്യം തൊട്ട് തുടങ്ങിയാലേ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവസാനം ഭയങ്കര സ്ട്രെസ് ആയിരിക്കും. പ്രിൻസ് എങ്ങനെയാണ് എക്സാമിനറിൽ എത്തിയത്? എക്സാമിനറിനെ പറ്റി എങ്ങനെയാണ് അറിഞ്ഞത്? എപ്പോ തൊട്ടാ എക്സാമിനർ ഒക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ? ഞാൻ ആദ്യമായിട്ട് SSLC എക്സാമിന്റെ സമയത്താണ് എക്സാമിനറിനെ കുറിച്ച് അറിയുന്നത്. ക്രിസ്മസ് എക്സാമിന്റെ ഇല്ല, ഞാൻ ഓണം എക്സാമിന്റെ സമയമൊക്കെ ആയപ്പോൾ യൂട്യൂബിലൊക്കെ ക്ലാസ് കാണുമായിരുന്നു. വൺ ഷോട്ട് ക്ലാസ്സസ് ഒക്കെ കണ്ട് കാണുമായിരുന്നു. അപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ക്ലാസ്. അങ്ങനെ പിന്നെ ഫൈനൽ എക്സാമിന്റെ സമയമായപ്പോൾ ഒരു ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്തു. അപ്പോൾ അതിനെക്കാട്ടി ഇൻട്രസ്റ്റിംഗ് ആയി. പിന്നെ എന്തായാലും +1-ൽ ജോയിൻ ചെയ്യണമെന്ന് ഉറപ്പിച്ചു. അങ്ങനെ പിന്നെ +1 +2 ഇവിടെ ആയിരുന്നു. നീറ്റ് ബാച്ചിലായിരുന്നോ അതോ അല്ല നോർമൽ ബോർഡ്സ് ബാച്ചിലായിരുന്നോ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്? നോർമൽ ബാച്ചിലായിരുന്നു ജോയിൻ ചെയ്തത്. നോർമൽ ബാച്ചിലാണ് ജോയിൻ ചെയ്തത്. ഓക്കെ. അപ്പം ഈ ഒരു ജേർണിയിൽ എക്സാമിനർ പ്രിൻസിനെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? അല്ലെങ്കിൽ നമുക്കിപ്പോ ഓരോ ഫീച്ചേഴ്സ് ഉണ്ട്, അതായത് ഇപ്പൊ ലൈവ് ക്ലാസ് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്സസ് വരുന്നുണ്ട്, വർക്ക്ഷീറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോ +2 ജേർണിയിൽ പ്രിൻസിന് എക്സാമിനറിന്റെ ഏത് ഫീച്ചറാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എങ്ങനെയാണ് എക്സാമിനർ ഈ ഒരു മാർക്കിലേക്ക് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്തതെന്ന് പറയോ? എക്സാമിനർ ലേണിംഗ് ആപ്പ് ഞാൻ വർഷം മുഴുവൻ ഉപയോഗിക്കുകയായിരുന്നു. എന്താ പറയുമ്പോൾ ഞാൻ എപ്പോ ഒക്കെ പഠിക്കുകയോ അതൊക്കെ എക്സാമിനർ ലേണിംഗ് ആപ്പ് എന്റെ മുന്നിൽ കാണും. ഈ ക്ലാസ് കാണുന്നതിനൊപ്പം പഠിച്ചു പോകുന്ന രീതിയാണ് ഞാൻ തുടർന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലേണിംഗ് വീഡിയോസ് കാണുന്നതിനോടൊപ്പം തന്നെ പഠിച്ചു പോവുകയായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴൊക്കെ പഠിക്കുകയോ അപ്പോഴൊക്കെ എക്സാമിനറിന്റെ ആപ്പ് എന്റെ ഫ്രണ്ടിൽ കാണും. അതുകൊണ്ട് തന്നെ ആ ആപ്പിലുള്ള എല്ലാ ഫീച്ചേഴ്സും എനിക്കറിയാം. പ്രത്യേകിച്ച് പറയുമ്പം റെക്കോർഡഡ് സെഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ പെട്ടെന്ന് വേറെ ടോപ്പിക് ഒക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാലും നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് കണ്ട് എല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. ലൈവ് ക്ലാസ്സസും നല്ല ക്ലാസ്സസ് ആണ്. പിന്നെ എക്സാം ടൈം ആകുമ്പോൾ ഞാൻ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് PYQ സെഷനിൽ നിന്ന് വർക്ക്ഔട്ട് ചെയ്യാറുണ്ട്. നല്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരുന്ന വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് നല്ല യൂസ്ഫുൾ ആണ്. പിന്നെ ഞാൻ യോധ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവസാനം. അതില് ഷോർട്ട് നോട്ട് ലൈവ് എന്ന് പറഞ്ഞ ഫീച്ചർ എനിക്ക് എക്സ്ട്രീംലി യൂസ്ഫുൾ ആയിട്ട് തോന്നിയിരുന്നു. പിന്നെ ഒരു 2-3 പേജിൽ നമ്മളുടെ ആ ഒരു ചാപ്റ്ററിനെ കംപ്ലീറ്റ് പറഞ്ഞു തരുന്നത് അല്ലേ? അതെ അതെ അതെ. അത് പിന്നീട് ചുമ്മാ ഒന്ന് റിവൈസ് ചെയ്യാനൊക്കെ ഉപയോഗപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഷോർട്ട് നോട്ട്സ് എല്ലാം. പരീക്ഷയ്ക്ക് മുമ്പൊക്കെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക, ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒക്കെ നോക്കി ഒന്ന് റിവൈസ് ചെയ്യുക. ആ നോട്ട്സ് വളരെ ഉപകാരപ്രദമായിരുന്നു. നമ്മുടെ എക്സാമിനറിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ലേണിംഗ് വീഡിയോസ് ഉണ്ട്, ലൈവ് ഉണ്ട്, ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടായിരുന്നു, വർക്ക് ഷീറ്റ്സ് ഉണ്ട്, എക്സാംസ്, ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ട് അല്ലേ? ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഒരു ആൻസർ. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ ഏതായിരുന്നു? ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ലേണിംഗ് വീഡിയോസും ആണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സ്. എന്ന് വെച്ചാൽ ഞാൻ ലേണിംഗ് വീഡിയോസ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ലൈവ് ക്ലാസ്സിനെക്കാട്ടിയും കൂടുതൽ ഞാൻ ലേണിംഗ് വീഡിയോസ് ആണ് ഉപയോഗിച്ചിരുന്നത്. അതാകുമ്പോൾ നമ്മുടെ കംഫർട്ടിനനുസരിച്ച് നമുക്ക് ഇഷ്ടം പോലെ. എന്നാലും ഞാൻ ലൈവ് ക്ലാസ്സസ് ഒന്നും ഒഴിവാക്കിയിട്ടില്ല. എന്നാലും എനിക്ക് ലേണിംഗ് വീഡിയോസിനോടാണ് കൂടുതൽ താല്പര്യം. ഇപ്പൊ കുറെ പേര് ഇപ്പോ +1 +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് അവസാനത്തെ മാരത്തോൺ മാത്രം വന്ന് കണ്ടുപോയിട്ട് എക്സാം എഴുതുന്ന ആൾക്കാരുണ്ട്. അപ്പം മാരത്തോൺ പ്രിൻസ് കണ്ടിട്ടുണ്ടായിരുന്നോ? ഞാൻ ഇംഗ്ലീഷ് എക്സാം അതുപോലത്തെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എക്സാംസിന് ഒക്കെ മാരത്തോൺ കണ്ടിട്ടുണ്ടായിരുന്നു. അല്ലാത്ത സമയം ഞാൻ ഈ എക്സാമിനർ ലേണിംഗ് ആപ്പ് ഉപയോഗിച്ച് പഠിച്ചിട്ട് ഏറ്റവും അവസാനം ഇപ്പം ഉച്ചയ്ക്ക് ശേഷമല്ലേ നമുക്ക് എക്സാം ഉണ്ട്. അപ്പൊ രാവിലെ ഈ മാരത്തോൺ എടുത്ത് വെച്ച് കാണും. രാത്രി നടന്ന മാരത്തോൺ രാവിലെ എടുത്ത് വെച്ച് കാണുമായിരുന്നു.
അപ്പൊ ഈ യെസ്. ലൈവിന്റെ സമയത്ത് ഞാൻ റിവിഷൻ നടത്തുമായിരുന്നു. ഞാൻ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുള്ളത് കൊണ്ട് പിന്നെ മാരത്തോണിന്റെ ആവശ്യം അങ്ങനെ വരുന്നുണ്ടാവില്ല അല്ലെ? പിന്നെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ മാത്രമായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. യെസ്. മാരത്തോൺ ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഇപ്പൊ നമുക്കറിയാം ഓൺലൈൻ കുറെ പാരന്റ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ പ്രിഫർ ചെയ്യുന്ന പാരന്റ്സ് കൂടുതലുണ്ടാവും. അതുപോലെ തന്നെ ഓൺലൈൻ ആകുമ്പോൾ കുട്ടികൾ കറക്റ്റ് ആയിട്ട് പഠിക്കുമോ, അല്ലെങ്കിൽ ഇപ്പൊ ഓൺലൈൻ ആകുമ്പോൾ തന്നെ വേറെ കുറെ ഓപ്ഷൻസ്, ഇപ്പൊ യൂട്യൂബില് വേറെ പലതിലേക്കും പോവാം, സോഷ്യൽ മീഡിയയിലേക്ക് പോവാം. അപ്പൊ കുറെ പേർക്ക് ഓൺലൈൻ ക്ലാസ്സസിനോടുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പം പ്രിൻസിന് എന്താണ് തോന്നിയിട്ടുള്ളത്? ഓൺലൈൻ ക്ലാസ്സസിലൂടെ പഠിച്ച് ഇത്രയും മാർക്ക് വാങ്ങിച്ച ആളാണ് പ്രിൻസ്. അപ്പൊ ഓൺലൈൻ ക്ലാസ്സസിന്റെ എഫക്റ്റീവ്നെസിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? ഓൺലൈൻ ക്ലാസ്സസ് നല്ല എഫക്റ്റീവ് ആണ്. അതിന്റെ പ്രധാന കാരണം നമുക്ക് ഇഷ്ടമുള്ളവർക്ക് നമ്മുടെ റുട്ടീൻ അനുസരിച്ച് നമുക്ക് പഠിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എന്ന് പറയുമ്പം ഇപ്പൊ നമുക്ക് ചിലപ്പം രാത്രി പഠിക്കുന്ന ഒരാളായിരിക്കും. ഞാൻ സാധാരണ രാവിലെ ഒരു 4 മണി 5 മണി സമയത്തൊക്കെ പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോഴൊരു ഓഫ്ലൈൻ ക്ലാസ്, ലൈവ് ക്ലാസ് ഒരിക്കലും സാധ്യമായ കാര്യമുണ്ട്. അപ്പോഴും നമുക്ക് ഈ സമയത്ത് പഠിക്കാൻ ഇഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഓൺലൈൻ ക്ലാസ്സസ് വളരെ യൂസ്ഫുൾ ആയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് എവിടെ ഇരുന്നും അക്സസിബിൾ ആണ്. ഇപ്പം എന്തെങ്കിലും കാരണവശാൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നാൽ എവിടെ ഇരുന്നാലും നമുക്ക് അത് അക്സസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ ഭയങ്കര യൂസ്ഫുൾ ആണ്. പക്ഷെ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, എങ്കിൽ ഓൺലൈൻ വളരെ യൂസ്ഫുൾ ആണ്. നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓൺലൈൻ തന്നെയാണെന്നാണ് പ്രിൻസിന്റെ അഭിപ്രായം. അതെ. ഞാൻ പ്രിൻസിന്റെ ഇതിലേക്ക് വരികയാണ്. പ്രിൻസിന് +2 പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ ഒരു സബ്ജക്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് എന്നുള്ളൊരു ഉണ്ടാവില്ല, ഇതൊന്നും സയൻസിൽ നിന്ന് ഇല്ലാതിരുന്നെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും തോന്നിയ സബ്ജക്ട് ഉണ്ടോ? കുറച്ച് വില്ലൻ സബ്ജക്ട്. സാധാരണ ഞാൻ അങ്ങനെ പെട്ടെന്ന് ഒരു സബ്ജക്റ്റിനെ കൺസിഡർ ചെയ്യാറില്ല, എന്നാലും മനസ്സിൽ തോന്നാറുണ്ട്. എനിക്ക് കെമിസ്ട്രി എന്ന് പറഞ്ഞ സബ്ജക്ട് ചെറുതായിട്ടൊരു ഡൾനെസ് ഫീൽ ചെയ്യാറുണ്ട്. എന്നാലും ഞാനത് പഠിക്കാറുണ്ട്, ഇഷ്ടമുണ്ട്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ചില ടോപ്പിക് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് ഡള്ളായിട്ട് തോന്നാറുണ്ട് കെമിസ്ട്രി. ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാ? ഹായ് സൂപ്പർ. +1 എൻജോയ് ചെയ്ത് പഠിച്ച ഒരു സബ്ജക്ട്. എനിക്ക് ഫിസിക്സും മാത്സും ഒരുപോലെ ഇഷ്ടമുള്ള സബ്ജക്ട്സ് ആണ്. ഫിസിക്സിലെ കോൺസെപ്റ്റ്സ് ഒക്കെ, ചില യൂണിവേഴ്സിനെ കുറിച്ചുള്ള കോൺസെപ്റ്റ്സ്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ മാത്സില് പ്രോബ്ലംസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിലുള്ള കോൺസെപ്റ്റ്സ് എനിക്ക് വലിയ ഇഷ്ടമാണ്. ഓക്കെ. അപ്പൊ മാത്സ് ആൻഡ് ഫിസിക്സ്, പിന്നെ ഫിസിക്സ് ഉണ്ടെങ്കിൽ മാത്സ് ഉണ്ട്, അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ച് പോകുന്ന 2 സബ്ജക്ട്സ് ആണ് ആക്ച്വലി. ഓക്കെ. അപ്പം ഈ ഒരു +2 എക്സാം എഴുതിയ സമയത്ത് ഓരോ എക്സാംസ് കഴിയുമ്പോഴും നമ്മളിങ്ങനെ വിലയിരുത്തുമല്ലോ, അല്ലെങ്കിൽ ഇന്ന എക്സാം ടഫ് ആയിരുന്നു. അപ്പൊ ഏറ്റവും ടഫ് ആയിട്ട് +2 ഫീൽ ചെയ്തിട്ടുള്ള സബ്ജക്ട് ഏതായിരുന്നു എക്സാമില്? എക്സാംസ് വെച്ച് നോക്കുമ്പോ എനിക്ക് ടഫായിട്ട് തോന്നിയത് ഫിസിക്സ് ആണ്. ടഫായിട്ട് തോന്നിയത് ഫിസിക്സ് ആയിരുന്നു. ഫിസിക്സ് എല്ലാവരും പറഞ്ഞിരുന്നു, നമ്മൾ ലൈവ് ഒക്കെ എടുത്തതിന് ശേഷം കമന്റ് ബോക്സിൽ എല്ലാത്തിലും അതായിരുന്നു, ഭയങ്കര ടഫായിരുന്നു, നമ്മൾ പ്രതീക്ഷിച്ചതൊന്നും വന്നില്ല എന്നുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. അപ്പം അതിന്റെ കാരണം എന്ന് പറയുന്നത് കൂടെ പ്രിൻസിന് ആക്ച്വലി പറയാൻ പറ്റുമല്ലേ? കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു പാറ്റേണിലായിരുന്നില്ല ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ കംപ്ലീറ്റ്ലി NCERT ബേസ്ഡ് തന്നെ ആയിരുന്നു. പക്ഷെ ഒരു വിചാരിച്ച പാറ്റേണിലല്ല എക്സാംസ് ഇപ്പൊ വരുന്നത് അല്ലെ? അപ്പോ അതിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? ഇനി വരുന്ന കുട്ടികളോട് എന്താ പറയാനുള്ളത്? എങ്ങനെ പഠിക്കണം എന്ന് പറയണം? നമ്മള് എപ്പോഴും പഠിക്കുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് മാത്രം പഠിച്ചുകൊണ്ടിരിക്കാതെ NCERT ടെക്സ്റ്റ് ഫുള്ള് കവർ ചെയ്യണം. അതിനുള്ള സമയം എടുത്ത് പഠിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ എക്സാം ടൈം ആവുമ്പോൾ പണി കിട്ടും. ഇപ്രാവശ്യം ഈ ടോപ്പിക് പിടിച്ചെങ്കിൽ അടുത്ത് അവര് കുറച്ചും കൂടെ വേറെ ടോപ്പിക് ആയിരിക്കും എക്സാംസിന് ചോദിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഹാർഡ് ആക്കാം, ചിലപ്പോൾ ഈസി ആക്കാം. അതൊക്കെ അവരുടെ സൈഡാണ്. പക്ഷെ നമ്മുടെ സൈഡ് സേഫ് ആക്കാൻ വേണ്ടി മുഴുവൻ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ എവിടെ നിന്ന് ക്വസ്റ്റ്യൻ വന്നാലും. അതുകൊണ്ട് നമ്മുടെ സൈഡ് സേഫ് ആക്കണം. പ്രിൻസ് ഇംപ്രൂവ്മെന്റ് എഴുതിയിട്ടുണ്ടായിരുന്നില്ല? ഓൾറെഡി ഫുൾ ആയിരുന്നില്ലേ +1 അല്ല +1 ഫുൾ ആയിരുന്നില്ലേ? ഓൾറെഡി ഇംപ്രൂവ്മെന്റ് എഴുതിയിട്ടുണ്ടായിരുന്നില്ലല്ലോ? ഇല്ല, ഇംപ്രൂവ്മെന്റ് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ. അപ്പൊ പിന്നെ ഇംപ്രൂവ്മെന്റിന്റെ കാര്യം ചോദിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. ഇനി എനിക്ക് അടുത്തതായിട്ട് ചോദിക്കാനുള്ളത്, ഇത്രയും മാർക്കൊക്കെ വാങ്ങിച്ച് +2 ഒക്കെ പാസ്സായിട്ടിരിക്കുകയാണ്, പിന്നെ എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? എന്തിനു പോകണമെന്നാണ് ആഗ്രഹം? ഞാൻ അടുത്ത് ജോയിന്റ് എൻട്രൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഈ 2 വർഷം അതിനെ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ലായിരുന്നു. അപ്പൊ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് എടുത്ത് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് നല്ലൊരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് എത്തണമെന്നാണ് എന്റെ ആഗ്രഹം. എന്നാലും ഉണ്ടാവുന്ന ഒരു ഡ്രീം IIT ഏതെങ്കിലുമൊക്കെ? ഏത് IIT? IIT മദ്രാസ് തന്നെയാണോ എയിം ചെയ്യുന്നത്? അതെ, IIT മദ്രാസ്.
ഓക്കെ. ഏത് സ്ട്രീമിലേക്ക് പോകാൻ ആഗ്രഹം അതൊക്കെ ഒന്ന് ആലോചിച്ച് വെച്ചിട്ടുണ്ടോ? അതായത് എനിക്ക് ഇന്ന സ്ട്രീമിൽ IIT മദ്രാസ് കിട്ടണം. കമ്പ്യൂട്ടർ സയൻസ്, ബിടെക് കമ്പ്യൂട്ടർ സയൻസ് IIT മദ്രാസിൽ പോകാനാണ് എനിക്ക് ഇഷ്ടം. ആസ് ഓൾവേസ് ഹൈലി ഡിമാൻഡഡ് കോഴ്സ്. അപ്പൊ നന്നായിട്ട് പഠിക്കുക. ഉറപ്പായിട്ടും അതിനുള്ള കാലിബർ പ്രിൻസിനുണ്ട്. അപ്പൊ ഈ ഒരു വർഷം നന്നായിട്ട് എന്ത് ചെയ്യുക, അതിനു വേണ്ടി അങ്ങോട്ട് കൊടുക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നല്ല കോച്ചിങ് ഒക്കെ എടുത്തിട്ട് അടിപൊളിയായിട്ട് പഠിക്കുക. ഉറപ്പായിട്ടും ആ ഒരു ഡ്രീമിലേക്ക് എത്തട്ടെ. ഒരു IIT ആണെന്ന് പ്രൗഡ് ആയിട്ട് പറയാൻ പറ്റട്ടെ. കമ്പ്യൂട്ടർ സയൻസ് തന്നെ കിട്ടട്ടെ. താങ്ക് യു. അങ്ങനെ തന്നെ നടക്കട്ടെ. യെസ്. അപ്പൊ നന്നായിട്ട് പഠിക്കുക, ഉറപ്പായിട്ട് കിട്ടും. അപ്പൊ എല്ലാ ബ്ലെസ്സിങ്സും ഉണ്ട്. ഇനി ലാസ്റ്റ് ആയിട്ട് ഒരേ ഒരു കാര്യമാണ്, ഇപ്പൊ +1 അതേപോലെ തന്നെ +2 വരുന്ന കുട്ടികളുണ്ട്. അവരിപ്പോ പഠിച്ചു തുടങ്ങാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. അപ്പൊ ഓൾറെഡി ഇപ്പൊ ഒരു നല്ല ഒരു വിജയത്തിലേക്ക് എത്തിയ ആളാണ് പ്രിൻസ്. അപ്പൊ അവരോട് പറയുമ്പോൾ കുറച്ചുകൂടെ കുട്ടികൾക്ക് അത് മനസ്സിലാവും. ഇപ്പൊ സ്റ്റുഡൻസിനോട് അല്ലെങ്കിൽ ആ ജൂനിയേഴ്സിന്റെ അടുത്ത് എന്താ പറയാനുള്ളത്? ഈ ഒരു 2 years ഇത്രയും നല്ലൊരു സ്കോറിലേക്ക് അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടി നാം എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് പ്രിൻസിന് പറയാനുള്ളത്? നമ്മള് അവസാനത്തെ സമയം മാത്രം കൊണ്ടുവച്ച് ഹാർഡ് വർക്ക് ചെയ്തിട്ട് വിജയം കിട്ടുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. കാരണം ഇത് ഇവിടത്തെ ടോപ്പിക്സ് ഒരുപാടുണ്ട്, കടൽ പോലെ കിടക്കുന്ന ടോപ്പിക്സ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യമേ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവസാനം ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എല്ലാവരും ആദ്യം തൊട്ട് തന്നെ പഠിക്കണം. പിന്നെ NCERT ടെക്സ്റ്റ് ബുക്ക് ബേസ് ആയിട്ട് തന്നെ പഠിച്ചു പോകണം. അല്ലാതെ ജസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് മാത്രം കവർ ചെയ്യാതെ PYQs മാത്രം ചെയ്തിട്ട് എക്സാമിന് പോവാതെ NCERT ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ കവർ ചെയ്ത് പഠിക്കണം. എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്കോറിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുള്ളൂ. ഓക്കെ. അപ്പൊ താങ്ക് യു പ്രിൻസ്, അടിപൊളിയായിട്ട് സംസാരിച്ചു. ഓക്കെ. അപ്പൊ നമ്മുടെ പ്രിൻസ് +2 ആ ഒരു കംപ്ലീറ്റ് ജേർണിനെ പറ്റിയിട്ടാണ് പറഞ്ഞു തന്നത്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് എടുത്ത് ഈ ഒരു 2 years നിങ്ങൾക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ടിലേക്ക് തന്നെ എത്താൻ വേണ്ടി പറ്റും. അപ്പൊ അതിലെ നല്ല കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, അത് ഉപയോഗപ്പെടുത്താന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പം നല്ല ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കരിയർ തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ദിൽഷ.